ഹലോ ഗായ്സ്, എന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗായ്സ്. അടുത്ത ഞായറാഴ്ച ഞങ്ങളുടെ വീട്ടില് അമ്പ് വരികയാണ് ഗായ്സ്. അപ്പോൾ ഇവിടെ ക്ലീൻ ആക്കുവാണ്. പച്ചമുളകും കൂർക്ക അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൂർക്ക അതെല്ലാം ആകെ മോശമായി ഗായ്സ്. അതെല്ലാം ഞങ്ങൾ വലിച്ചു പറിച്ച് കളയുകയാണ്. പിന്നെ ഗൈസ്, ഈ പച്ചമുളക് ഞങ്ങൾക്ക് 3 കൊല്ലമാണ് ഗൈസ് പച്ചമുളക് തന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട പച്ചമുളകായിരുന്നു ഗൈസ്. എനിക്ക് പിന്നെ അതേ അതിൽ കൂർക്ക വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. പക്ഷെ അത് ഞങ്ങളെ പറ്റിച്ചിരിക്കുകയാണ് ഗൈസ്. അതിലൊന്നും ഉണ്ടായില്ല. അതിന് കുറെ പരിപാലിക്കണ്ടേ, മണ്ണൊക്കെ കളച്ചു കൊടുക്കണം, നല്ല മണ്ണ് വേണം, എനിക്ക് വേണ്ടേ. അതൊന്നും ചെയ്യാൻ ഇതുണ്ടായില്ല. പിന്നെ ഞങ്ങളുടെ പച്ചമുളക് പോവുകയാണ് ഗൈസ്. എനിക്ക് വിഷമമുണ്ട് ഗൈസ്. 3 വർഷം ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് നോക്കിയ പച്ചമുളകാണ് ഗൈസ്. എൻ്റെ അമ്മയായാലും ഞാനായാലും എൻ്റെ അനിയത്തിയായാലും പച്ചമുളകിനെ നല്ലോണം നോക്കുമായിരുന്നു ഗൈസ്. ഈ ഗ്രോ ബാഗൊക്കെയാണ് വിട്ട് പോകുമായിരുന്നു ഗൈസ്. ഇത് പൊക്കാനിച്ചിട്ട് പണിയൊക്കെ ആയിരുന്നു. ആ മണ്ണിൻ്റെ വെയിറ്റും ചെടീൻ്റെ വെയിറ്റും. എന്നാലും ഞാനും അമ്മയും കൂടി പൊക്കി താഴത്തേക്ക് ഇറക്കാൻ ഭയങ്കര പണിയായിരുന്നു ഗൈസ്. പിന്നെ കൂർക്ക കുറേ നോക്കി, ഒന്നും ഉണ്ടായില്ല. പക്ഷെ നല്ലോണം പടർന്നിപ്പുണ്ടായിരുന്നു, പക്ഷെ ഒന്നും ഉണ്ടായില്ല ഗൈസ്. ഇതാണ് കൂർക്കേൻ്റെ അവസ്ഥ. ഒന്നുമില്ല, വേര് മാത്രമുണ്ട്. പിന്നെ അത് ഞങ്ങൾ താഴത്തോട്ടൊക്കെ ഇറക്കി. ഗൈസ്, കൂർക്കയിൽ കണ്ട ഗൈസ് ഒന്നും കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഷേപ്പാക്കി അവിടുത്തെ ഇത് പച്ചമുളക് പറിച്ച്. പിന്നെ ഞാൻ അവിടെ ഇറങ്ങി അങ്ങ് അടിച്ച് ഗൈസ്. അയടയിലോട്ട് ഇറങ്ങി അടിച്ച്. പിന്നെ അത് കഴിഞ്ഞ് അടിയിൽ കുറേ ചെടിച്ചട്ടി ഉണ്ടായിരുന്നു. ഞാനും അമ്മ ഇറക്കുമായിരുന്നു ഗൈസ് കുറേയൊക്കെ. അത് ഷേപ്പിൽ വന്നു. പിന്നെ ഇനി നടാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഞങ്ങൾ അതിൽ നിന്ന് കുറച്ച് മാറ്റി. അതിൽ പൂവൊക്കെ വന്നൊക്കെ മാറ്റി. പിന്നെ ഫ്രണ്ടിലുണ്ടായിരുന്ന ആട്ടോ ഗൈസ് ഇത്. അതേ ഷേപ്പിൽ നല്ല ഭംഗിയായിരുന്നു ഗൈസ്. പിന്നെ ഞാനും എൻ്റെ അനിയത്തിയും കൂടി സൈക്കിളോട്ടെയും മറ്റേ മണ്ണ് കളക്കണ സാധനമില്ല, അത് വാങ്ങാൻ വേണ്ടി പോയി ഗൈസ്. കണ്ട് ഇവിടെ ഒരു പാമ്പിനെ പോലെ വളഞ്ഞിടക്കുന്ന ഒരു വഴിയും. അവിടെ നേരെ ചെന്ന് ലെഫ്റ്റിലോട്ട് വളയുമ്പോൾ തത്താൻ്റിയുടെ വീടെത്തും ഗൈസ്. തത്താൻ്റി, മാളു, ലച്ചു ചേച്ചി അവരുടെയൊക്കെ വീടാണ് ഗൈസ് അത്. ഇവിടുന്ന് വളയുകയാണ്. നേരെ പോയി എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇപ്പുറത്ത് കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന മതിലാണ്, അതിൻ്റെ അപ്പുറത്താണ് അവരുടെ വീട്. ഞാൻ വീഡിയോ എടുക്കാൻ പോയപ്പോഴത്തേക്കും ലച്ചു ചേച്ചിക്ക് ഭയങ്കര നാണമാണ് ഗൈസ്. പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ ഞാനും അമ്മ ഒരു വിധത്തിന് പോയി ഇതാക്കി. പിന്നെ രാത്രിയായി, ഞങ്ങൾ ക്ഷീണിതനായി. പിന്നെ വെള്ളമൊക്കെ കുടിച്ചു, അതിൽ ഐസൊക്കെ പൊട്ടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ക്ലീനിങ് ഡേ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.